ഹായ് ഫ്രണ്ട്സ്, റിവർ മാഡ്നസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കയാക്കിൽ പോയി ഒരു മീൻ പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഇതൊരു സിറ്റ് ഓൺ ടോപ്പ് ഫിഷിംഗ് കയാക്കാണ്. ഒരു വലിയൊരു സെറ്റപ്പൊന്നുമില്ല, ഒരു 2 റോഡ് ഹോൾഡറൊക്കെ വെച്ചുള്ളൊരു കയാക്കാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വീലൊക്കെ സെറ്റ് ചെയ്ത് ഇടവഴി കൂടെയൊക്കെ വലിച്ചു കൊണ്ടുപോകണം. ഏകദേശം പുഴ എത്താനായിട്ടുണ്ട്. പുഴയ്ക്ക് ഇനി ഏകദേശം കുറച്ച് ദൂരം കൂടി ഉള്ളൂ. അപ്പോൾ ഈ വീലൊക്കെ ഊരിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദൂരം ഏറ്റി പോകാൻ. അപ്പോൾ അതിന് വീല് കൊണ്ടുപോകാൻ പറ്റാതെ വീല് നമ്മൾ വെച്ചിരുന്നത് എന്താ വെച്ചാൽ ഡ്രെയിൻ ഹോളുണ്ട് ഇതിൻ്റെ, അതിനകത്തായിരുന്നു വീല് സെറ്റപ്പാക്കി. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം നമുക്കൊന്ന് തോളിൽ വെച്ച് പോകണം കയാക്ക്. കുഴപ്പമൊന്നുമില്ല, നമുക്കിതിൻ്റെ എൻജോയ്മെൻ്റ് ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ പുഴയിലെത്തി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സീറ്റ് കാര്യങ്ങളൊക്കെ. ഔട്ടെക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന്. ഇത് അടിപൊളി, നല്ല സ്റ്റെബിലിറ്റി, കുഴപ്പമൊന്നുമില്ലാത്തൊരു കയാക്കാണ്. പിന്നെ ഫിഷിംഗ് റോഡ് ഹോൾഡർ ഉണ്ട് 2. അതുകൊണ്ട് പിന്നെ വേറെ എക്സ്ട്രാ ഹോൾഡർ സെപ്പറേറ്റും വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. പിന്നെ നമ്മളെ റോഡ് ഒരു അടിപൊളി റോഡാണ്. ക്രേസിയുടെ ബാസ് ഗെയിം എന്ന് പറയും. നന്നായിട്ട് ഗെയിം, അതായത് എൻജോയ് ചെയ്ത് മീൻ പിടിക്കാൻ പറ്റിയ റോഡാണ്. അതുപോലെ തന്നെ ഈ സ്നാപ്പ്, ഇതും ഫിജിഡ് സ്നാപ്പ്, ഇതും ആംഗ്ലേഴ്സ് യൂണിയൻ നിന്ന് വാങ്ങിച്ചത്. ഇത് അടിപൊളി സ്നാപ്പ്. എന്താ വെച്ചാൽ നമുക്ക് ഈ ഗൈഡിൻ്റെ ഉള്ളിൽ കൂടെ ഈസി ആയിട്ട് കോർത്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതായത് ജോയിൻ ചെയ്യേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ പരിപാടി വെച്ച് നമുക്ക് ഫിഷിങ് ആരംഭിക്കാം. ഇത് ഡ്രേവിൻ്റെ ഒരു ജംപ് ഫ്രോഗാണ്. ഇത് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇതിപ്പോൾ നാട്ടിൽ നല്ല ഫേമസ് ആയൊരു ഫ്രോഗാണ്. നല്ല ആക്ഷനും കാര്യങ്ങളും ABS ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ലോങ് ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഫ്രോഗാണ്. പുഴയിലിപ്പോൾ അടിപൊളി കാലാവസ്ഥയാണ്. കണ്ട ആ സൈഡ് അപ്പുറം കണ്ടു കഴിഞ്ഞാൽ കാണാം നല്ല മഞ്ഞും, നല്ല അടിപൊളി കാലാവസ്ഥയാണ്. എന്തായാലും മീനടിക്കാൻ നോക്കാം. നമ്മളെ പുഴ കുന്തിപ്പുഴ എന്ന് പറയും. നമ്മളെ സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭാരതപ്പുഴയിൽ ഏകദേശം ചെന്ന് ചേരുന്നൊരു പുഴയാണ്. അപ്പോൾ ഹായ്, പരിപാടി തുടങ്ങാം. ഇനി എല്ലാം സെറ്റിങ്സും ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ലൂർ ബോക്സ് എല്ലാം കയാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യായാമം കൂടിയാണ്. അതും ഫിഷിങ് കൂടി ആകുമ്പോൾ നമുക്ക് നല്ല എൻജോയ്മെൻറ്റ് കിട്ടും. അപ്പോൾ കണ്ടോ, നല്ല രസമായിട്ടുള്ളൊരു കാലാവസ്ഥ, മഞ്ഞും സൂര്യനും. അത് ഇവരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതാണ്. ഈ വെള്ളം സർവേ നടത്താൻ വേണ്ടിയിട്ട് അവരൊരു ബോട്ടാണ്. അപ്പോൾ നമുക്ക് കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മെയിനായിട്ട് ഈ cheraan നമ്മൾ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുല്ലിൻ്റെയൊക്കെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ ഫ്രോഗ് വലിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ പുല്ലിനോട് കുറച്ച് ചാരിയിട്ട് ഒരടിയൊക്കെ വേണമെങ്കിൽ വിട്ട് വലിക്കുക. ഒരടി വലിക്കുകയാണെങ്കിൽ ഒരു 10 പ്രാവശ്യം അവിടെ എറിയണം. നമുക്ക് ഇവരുണ്ടാവും എന്നുള്ള ഒരു സംശയം തോന്നണോർത്ത്. കാരണം ഈ ഒഴുക്കുള്ള വെള്ളമായതുകൊണ്ട് നമ്മൾ നിൽക്കണത് ശരിക്കും അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നമ്മളതിൻ്റെ സൈഡിൽ കൂടെ ഒരു 10 പ്രാവശ്യം കാസ്റ്റ് ചെയ്താൽ തന്നെ ഇതുണ്ടോ ഇല്ലെന്ന് അറിയുള്ളൂ. അതുകൊണ്ട് ഇത് ജംപ് ഫ്രോഗായ കാരണം നമ്മൾ ഓപ്പൺ വാട്ടറിലാണ് ശരിക്കും ഇത് വലിക്കേണ്ടത്. ഓപ്പൺ വാട്ടർ നമ്മളിത് പുല്ലിൻ്റെ അടുത്ത് കൂടെ വലിച്ചായി, പുല്ലിൽ പോയി കുടുങ്ങാത്ത രീതിയിൽ ഇങ്ങനെ സൈഡിൽ കൂടെ. അപ്പോൾ അതവിടെ കുടുങ്ങി പോന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഈ പൊന്താന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഈ മരങ്ങളും ഇതൊക്കെ പുല്ലൊക്കെ ഇങ്ങനെ ഈ വെള്ളത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങൾ ചേർന്ന് നിൽക്കുന്നിടത്ത് കൂടെ സൈഡിൽ കൂടെ വലിച്ചു നോക്കുക. നമുക്ക് യോഗ ഉണ്ടെങ്കിൽ മീനടിക്കും. അപ്പോൾ
നമുക്ക് യോഗ ഉണ്ടോയെന്ന് നമ്മളിങ്ങനെ പോയി ഓരോ സ്ഥലത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം യോഗ ഇല്ലയെന്നാണ് തോന്നണത്. ഒന്നുകൂടി അറിഞ്ഞോട്ടെ. പിന്നെ നമ്മൾ പുഴയിലൊരു കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ കെട്ടൊക്കെ ഇപ്പോൾ പൊട്ടി. പിന്നെ വെള്ളത്തിന് കുറച്ച് ഒഴുക്കൊക്കെ കൂടിയിട്ടുണ്ട്. അത് കാരണമാണ് ഇപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ആയിരുന്നു കെട്ടുള്ള സമയത്ത് ഇഷ്ടം പോലെ മീൻ ഉണ്ടായിരുന്നെങ്കിൽ cheraan, snakehead, ബുൾസൈ snakehead. അതുപോലെ ഈ മരത്തിൻ്റെ വേരൊക്കെ ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല സ്ട്രൈക്ക് കിട്ടിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ എന്താ വെച്ചാൽ എവിടെയും ഇനിയിപ്പോൾ ഇവിടെ നിന്നല്ല ഏത് ഭാഗത്തും ഇതേമാതിരി മരത്തിൻ്റെ വേരുകൾ കൊമ്പുകളൊക്കെ മരത്തണലൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ സ്ട്രൈക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കൂടുതലായിട്ടും അങ്ങനത്തെ സ്ഥലത്തു നിന്നാണ് ഈ cheraan അടിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ മരമല്ലേ അതിൻ്റെ കുറച്ച് മേൽഭാഗം അല്ലെങ്കിൽ താഴെ ഭാഗം അവിടെ ഇവന്മാർ ഏറെ കാത്തു നിൽക്കുമായിരിക്കും. കാരണം ഈ ഉണ്ടക്കണ്ണും മേലക്ക് നോക്കി അങ്ങനെ ആശാമാർ ആ സൈഡിൽ പമ്മി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഒരു 2-3 വലിക്കുമ്പോൾ അവർ നോക്കും. അതിനൊരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് വലിയിൽ ആശ ഇങ്ങനെ മെല്ലെ ഇളകി നമുക്ക് നോക്കി. പിന്നെ ഞാൻ മറ്റേ ബോട്ടിലായിരുന്ന സമയത്ത് കേട്ടോ, കയാക്കിലല്ല. അപ്പോൾ അതിന് ശരിക്കും ഇങ്ങനെ കാണാം. അങ്ങനെ ഞാൻ പിന്നെ 2-3 ഏറിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഓല വന്ന് അടിക്കുക. അപ്പോൾ നമുക്ക് യോഗ ഉണ്ടെങ്കിൽ കാണാം. ഇവിടെ നിന്നൊന്നും അടിക്കണില്ല. അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്ത് പോയേക്കാം. ഇവിടെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ആൾ കുടുങ്ങിയില്ല കേട്ടോ. അയ്യോ, അടുത്ത രണ്ടാമത് അടിച്ചു, പക്ഷേ കുടുങ്ങിയില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി എറിഞ്ഞ് നോക്കാം. സാധാരണ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ട് ഒഴിഞ്ഞ് പോവുകയാണെങ്കിൽ പിന്നെ ഒരു 5-6 മീറ്റർ അങ്ങോട്ടും മാറി എറിഞ്ഞാൽ സാധാരണ എനിക്കിതിന് മുന്നേ അനുഭവം ഉണ്ടായിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അവിടെ തന്നെ വീണ്ടും അടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഏതായാലും ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ടൈമൊക്കെ ഉണ്ട്. അവിടെ ഇതിപ്പോൾ ഒരു ദിവസം മേലെ വന്നിട്ട് ഒഴുക്കുകൾ കാരണം താഴത്തേക്ക് ഇങ്ങനെ പോകുന്നുകൊണ്ടിരിക്കുക കയാക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് എറിയും ചെയ്യാം. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ കൺട്രോൾ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ചിലപ്പോൾ സ്ട്രൈക്ക് കണ്ടുകൂടാന്നൊന്നുമില്ല. അടിച്ചു. Aduh, പോട്ടെ. എന്തായാലും ഒരു 2 സ്ട്രൈക്കും കാര്യങ്ങൾ കിട്ടി. ഒന്നുകൂടി നമുക്ക് എറിഞ്ഞു നോക്കാം, ഇനി വേറെ വല്ലവന്മാരും അടിക്കുമോ എന്നുള്ളത്. എന്തായാലും 2-3 സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയോണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. എന്തായാലും വിഷമം തന്നെയാണ്. മീൻ നമ്മൾ പിടിച്ച് തിരിച്ച് ക്യാച്ച് ആൻഡ് റിലീസിന് തിരിച്ചിടണ മാതിരിയല്ല, നമ്മൾ കയ്യിൽ നിന്ന് മിസ്സായി പോകുമ്പോൾ അതൊരു ഫീലിംഗ് തന്നെയാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക്
നെക്സ്റ്റ് ടൈം നോക്കാം. അപ്പോൾ ഇന്നത്തെ ഫിഷിങ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ നല്ല കാറ്റും ഒക്കെ ഉണ്ട്, കാറ്റിന് ചെറിയ ഓളങ്ങളും ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇവിടെ കയാക്ക് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്ക് മീനൊന്നും കിട്ടിയില്ല എങ്കിൽ കൂടി 2-3 സ്ട്രൈക്കൊക്കെ കിട്ടിയെന്ന് സമാധാനിച്ചുകൊണ്ട് നമ്മൾ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ശരി, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ കണ്ട് സഹിച്ചതിന്.